കോഴിക്കോട്ടെ 30ഓളം ഫോട്ടോ ജേർണലിസ്റ്റുകളുടെ ഫോട്ടോ പ്രദർശനം. 33 ഫോട്ടോകൾ. കാരുണ്യം, രാഷ്ട്രീയം, പിറവി, നിറം മങ്ങിയ ജീവിതങ്ങൾ, അങ്ങനെ പോകുന്നു ഓരോ ഫോട്ടോകളിലെയും ഉള്ളടക്കങ്ങൾ. ഓരോ ഫോട്ടോകൾക്കും ഓരോ കഥകൾ പറയാനുണ്ട്. ചില ചിത്രങ്ങൾ കാഴ്ച മാത്രമല്ല, കാലത്തിൻ്റെ ഓർമ്മകളാണ്. ചിലത് വേദനയുടെ മുഖം കാണിക്കും, മറ്റു ചിലത് പ്രതീക്ഷയുടെ കൈപിടിക്കും. അത്തരത്തിൽ വാക്കുകൾക്ക് പറയാനാകാത്ത കഥകളുമായി 33 വാർത്താ ചിത്രങ്ങൾ കോഴിക്കോട് ലളിതകലാ അക്കാദമി ആർട്ട് ഗാലറിയിൽ പ്രദർശിപ്പിച്ചിരിക്കുകയാണ്. കോഴിക്കോട്ടെ ഫോട്ടോ ജേർണലിസ്റ്റുകളുടെ കൂട്ടായ്മയായ കാലിക്കറ്റ് ഫോട്ടോ ജേർണലിസ്റ്റ് ഫോറം സംഘടിപ്പിക്കുന്ന ബിയോണ്ട് വേൾഡ്സ് വാർത്താ ചിത്ര പ്രദർശനമാണ് ലോക ഫോട്ടോഗ്രഫി ദിനമായ ഓഗസ്റ്റ് 19 ആരംഭിച്ചത്. ഗ്രേറ്റ് ബോംബെ സർക്കസിലെ കലാകാരന്മാർ ചേർന്ന് പ്രദർശനം ഉദ്ഘാടനം ചെയ്തു. ഓഗസ്റ്റ് 23 വരെ നീളുന്ന പ്രദർശനത്തിൽ കോഴിക്കോട്ടെ 30ഓളം ഫോട്ടോ ജേർണലിസ്റ്റുകളുടെ ചിത്രങ്ങളാണ് ഇടം പിടിച്ചിരിക്കുന്നത്. ഞാൻ ഈ പ്രസ് ക്ലബിൻ്റെ ഫോട്ടോഗ്രാഫറായിട്ട് എത്രയോ കൊല്ലത്തെ ബന്ധങ്ങളാണ്. അപ്പോൾ ഞാൻ എത്രയോ കൊല്ലങ്ങളായിട്ട് ഇവരെ കൂടെ നമ്മൾ പല പരിപാടി ചെയ്യലുണ്ട്. എനിക്ക് ഓർമ്മ ഉണ്ട്, ബിയോണ്ട് വേർഡ്സ് പറഞ്ഞ ഒരു സംഭവം ഒരു കുറേ കൊല്ലം മുമ്പ് എൻ്റെ മകളാണ് ഇവർ ഗുജറാത്തി സ്കൂളിൻ്റെ ആ ബീച്ച് സൈഡിൽ ഇനോഗ്രേറ്റ് ചെയ്തത്. അപ്പോൾ ഇവരെ ഫോട്ടോസും ഞാൻ കുറേയൊക്കെ ഫോട്ടോഗ്രാഫി പഠിച്ച് ഇവരെ കൂടെ നടന്നിട്ട് ഇവർ ചെയ്യുന്ന പണിയൊക്കെ നോക്കിയിട്ടാണ് ഞാനും അത്യാവശ്യമൊക്കെ മൊബൈലിൽ നല്ല ഫോട്ടോ എടുക്കാൻ തുടങ്ങിയിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. ഏതായാലും ഈ പരിപാടിയിൽ എനിക്ക് വരാൻ വളരെയധികം സന്തോഷമായി. കാരണം ഇതിലേക്ക് ഈ ഗസ്റ്റായിട്ട് വന്ന ആൾക്കാർ 3 സർക്കസിലെ എന്താ പറയുക ജോക്കർ എന്നാ പറയുക ഓറാ വന്നത്. ഓറാണെങ്കിൽ അതിൽ ഒരാൾ വളരെ ഇമ്പോർട്ടൻ്റ് ഉള്ള ഒരു മനുഷ്യനായിരുന്നു. അയാളുടെ പേര് തുളസിദാസ് പറഞ്ഞ ഒരു പേരാണ്. അദ്ദേഹം 2 പ്രാവശ്യം ക്യാൻസർ ബാധിച്ച ആളാണ് അദ്ദേഹം. എന്നിട്ട് അയാൾ പിന്നെയും സർവൈവ് ചെയ്ത് 60 കൊല്ലത്തെ സർക്കസ് ജീവിതത്തിൽ ഇതുവരെ വളരെ നല്ല രീതിയിൽ അയാൾ ഇതിലേക്ക് സർക്കസിലുണ്ട്. കാത്തിരിപ്പ്, പിറവി, മരണം, രാഷ്ട്രീയം, ദുരന്തം, അതിജീവനം, നിറം മങ്ങിയ ജീവിതങ്ങൾ തുടങ്ങി സമൂഹത്തിന്റെ വിവിധ മുഖങ്ങളാണ് 33 ഫ്രെയിമുകളിലായി ഇവിടെ തെളിയുന്നത്. ഓരോ ചിത്രത്തിനും പറയാനുണ്ട് ഒരു കഥ. ഓരോ കഥയ്ക്കും പിന്നിൽ ഒരു മനുഷ്യനുണ്ട്. വയനാട് മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടൽ ദുരന്തഭൂമിയിൽ നിന്നുള്ള ചിത്രം പ്രദർശനത്തിലെ ഏറ്റവും ഹൃദയസ്പർശിയായ കാഴ്ചകളിലൊന്നാണ്. ദുരന്തത്തിന്റെ മണ്ണിനടിയിൽ കുടുങ്ങിയ പിഞ്ചുകുഞ്ഞിനെ രക്ഷാപ്രവർത്തകർ ചേർന്ന് പുറത്തേക്കെത്തിക്കുന്ന നിമിഷം. മരണത്തിന്റെ ഭീതിയിലും മനുഷ്യന്റെ കരുതലും പ്രതീക്ഷയും എത്ര ശക്തമാണെന്ന് ആ ചിത്രം ഓർമ്മിപ്പിക്കുന്നു. മറ്റൊരു ഫ്രെയിമിൽ ഇന്ത്യയിൽ ആദ്യമായി കുഞ്ഞിന് ജന്മം നൽകിയ ട്രാൻസ്ജെൻഡർ ദമ്പതികളായ സഹദും സിയ പവലും. സമൂഹത്തിന്റെ പതിവ് കാഴ്ചകൾക്കപ്പുറം കുടുംബത്തിന്റെയും മാതൃത്വത്തിന്റെയും സ്നേഹത്തിന്റെയും മറ്റൊരു മുഖം ആ ചിത്രം തുറന്നു കാട്ടുന്നു. കുതിരവട്ടം മാനസികാരോഗ്യ കേന്ദ്രത്തിലെ ഇരുളടഞ്ഞ മുറിയിൽ നിന്ന് പുറത്തേക്കുള്ള വെളിച്ചത്തിലേക്ക് കൈനീട്ടി സങ്കടങ്ങൾ വിളിച്ചു പറയുന്ന അന്തേവാസിയായ സ്ത്രീയുടെ ചിത്രം മറ്റൊരു ലോകത്തേക്കാണ് കാണികളെ കൂട്ടിക്കൊണ്ടുപോകുന്നത്. 52 ദിവസത്തെ ട്രോളിംഗ് നിരോധന കാലത്തെ കോഴിക്കോട് പുതിയാപ്പ ഹാർബറിന്റെ കാഴ്ചയും പ്രദർശനത്തിലുണ്ട്. ദൈനംദിന ജീവിതത്തിലെ ഗൗരവങ്ങൾക്കിടയിൽ ഫുട്ബോൾ ആവേശത്തിന്റെ നിറവും പ്രദർശനത്തിൽ ശ്രദ്ധേയമായി. കോവിഡ് കാലത്തിന്റെ വേദന മറക്കാനാകാത്ത കാഴ്ചയാണ് മറ്റൊരു ചിത്രം. ഉറ്റവർക്ക് പോലും അവസാനമായി കാണാൻ കഴിയാതെ ശരീരം മണ്ണിനോട് ചേരേണ്ടി വന്ന മനുഷ്യരുടെ കാലം. 2021 മെയ് 7 കോഴിക്കോട് കണ്ണംപറമ്പ് ഖബർസ്ഥാനിൽ നിന്നുള്ള ആ ചിത്രം മഹാമാരിയുടെ നിശബ്ദമായ ദുരന്തത്തിന്റെ ഓർമ്മയാണ്. പൗരാവകാശ പ്രവർത്തകൻ ഗ്രോവാസുവിന്റെ ചിത്രവും പ്രദർശനത്തിലുണ്ട്. റിമാൻഡിൽ കഴിയുന്ന വാസുവിനെ കോഴിക്കോട് കുന്നമംഗലം കോടതിയിൽ ഹാജരാക്കി ജയിലിലേക്ക് കൊണ്ടുപോകുമ്പോൾ മാധ്യമങ്ങളോട് സംസാരിക്കുന്നതും മുദ്രാവാക്യം വിളിക്കുന്നതും തടയാൻ പോലീസ് ഉദ്യോഗസ്ഥർ അദ്ദേഹത്തിന്റെ മുഖം തൊപ്പിക്കൊണ്ട് മറയ്ക്കുന്ന ദൃശ്യം. ആ ചിത്രം അദ്ദേഹത്തെ കൂട്ടിക്കൊണ്ടുപോയത് പഴയകാല ഓർമ്മകളിലേക്കാണ്. 100 കണക്കിന് ഫോട്ടോ ഉണ്ടെങ്കിലും ഇതൊരു അപൂർവ ഫോട്ടോ ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഒന്നാമത്തത് അങ്ങേയറ്റം ഏകാഗ്രതയോടുകൂടി നിന്നിരുന്നില്ലെങ്കിൽ ഇത് ഒരു 2 സെക്കൻഡ് മാത്രം നിന്ന പോസാണ്. അദ്ദേഹം പെട്ടെന്ന് തന്നെ തിരിച്ചറിഞ്ഞു ഇത് വലിയ അബദ്ധമാവുന്നു. അതുകൊണ്ട് തന്നെ എൻ്റെ മുഖത്ത് തൊടുന്നതിൻ്റെ ഇടയ്ക്കുന്ന ആള് അത് പിൻവലിച്ചിരുന്നു. പക്ഷെ അപ്പോഴത്തേക്ക് ഫോട്ടോ വന്നു കഴിഞ്ഞ ഫോട്ടോ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞു. അത് ഫോട്ടോഗ്രാഫറുടെ ഏകാഗ്രത കൊണ്ട് തന്നെ സംഭവിച്ചാണ്. 2016 നിലമ്പൂർ വനത്തിൽ പോലീസിന്റെ വെടിയേറ്റു മരിച്ച മാവോയിസ്റ്റ് നേതാക്കളുടെ മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി എത്തിച്ചപ്പോൾ മോർച്ചറിക്ക് മുൻപിൽ പ്രതിഷേധിച്ചതുമായി ബന്ധപ്പെട്ട കേസിലാണ് വാസുവിനെ അറസ്റ്റ് ചെയ്തത്. ജാമ്യമെടുക്കാൻ വിസമ്മതിച്ചതിനെ തുടർന്ന് 2023 ജൂലൈ 29 റിമാൻഡ് ചെയ്ത അദ്ദേഹത്തെ 46 ദിവസത്തിനു ശേഷം കോടതി കേസ് റദ്ദാക്കി വിട്ടയച്ചു. ചിത്രം ഒരു വ്യക്തിയുടെ മാത്രം കഥയില്ല,
പ്രതിഷേധത്തിൻ്റെയും അധികാരത്തിൻ്റെയും അഭിപ്രായ സ്വാതന്ത്ര്യത്തിൻ്റെയും ചോദ്യങ്ങൾ കൂടിയാണ് ഉയർത്തുന്നത്. ചില ചിത്രങ്ങൾ വ്യക്തികളുടെ വേദന മാത്രമല്ല പറയുന്നത്, ഒരു സമൂഹത്തിൻ്റെ മുറിവുകളാണ് അവയിൽ തെളിയുന്നത്. സ്വന്തം പ്രിയപ്പെട്ടവരെ നഷ്ടപ്പെട്ട അമ്മയുടെ നൊമ്പരം, വാരാണസിയിലെ പാതി കത്തിയ മൃതദേഹത്തിൻ്റെ ദൃശ്യം, ജീവിതത്തിൻ്റെയും മരണത്തിൻ്റെയും ഇടയിലുള്ള മനുഷ്യൻ്റെ നിസ്സഹായത അവിടെയും കാണാം. ഇങ്ങനെ 33 ചിത്രങ്ങൾ, 33 കഥകൾ. വാർത്തകളിൽ നമ്മൾ വായിച്ചു പോകുന്ന സംഭവങ്ങൾക്കു പിന്നിൽ മനുഷ്യരുടെ മുഖങ്ങളുണ്ടെന്ന് ഓർമ്മിപ്പിക്കുകയാണ് ബിയോണ്ട് വേൾഡ്സ്. ഒരു നിമിഷത്തെ ക്യാമറയിൽ പകർത്തി ചരിത്രത്തിൻ്റെ ഭാഗമാക്കുന്ന ഫോട്ടോ ജേർണലിസ്റ്റുകളുടെ കണ്ണിലൂടെ കോഴിക്കോട് വീണ്ടും കാണുകയാണ് ഈ പ്രദർശനത്തിൽ. ഈ പ്രദർശനത്തിലെ ഓരോ ഫോട്ടോകളെയും മനസ്സുകൊണ്ട് തൊട്ടറിയാൻ മലയാള മനോരമ ചീഫ് ഫോട്ടോഗ്രാഫറായി വിരമിച്ച പി മുസ്തഫയും സന്നിധനായിരുന്നു. കോഴിക്കോട്ടെ 33 ഫോട്ടോഗ്രാഫർമാരുടെ ഒരാളുടെ ഒരു ചിത്രം എന്നുള്ള നിലക്ക് 33 പടങ്ങളാണ് ഇവിടെ നിന്ന് എക്സിബിറ്റ് ചെയ്യുന്നത്. ഓരോ പടത്തിനും ഓരോ കഥകൾ പറയാനുണ്ടായിരുന്നു. ശരിക്കും ഉദാഹരണത്തിന് ഈ പടം തന്നെ നോക്കാം. ട്രാൻസ്ജെൻഡറിന്റെ അദ്ദേഹം അഭിജിത്ത് എന്ന് പറഞ്ഞാൽ അറിയാലോ, ഈ ഒരു ഫോട്ടോഗ്രാഫി ജീവിതത്തിൽ ഒരു വലിയ സമയം അദ്ദേഹം ഇവരുടെ ഡോക്യുമെന്ററി എടുക്കാനും ഇവരെ പറ്റിയുള്ള സിനിമ ഡയറക്ടർ കൂടിയാണ് അഭിജിത്ത്. രണ്ടുമുണ്ട്. അപ്പൊ ഇങ്ങനെ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരുപാട് പടങ്ങൾ. ഇപ്പൊ ഒരു പടം എന്ന് പറയാൻ തന്നെ എനിക്ക് ഭയങ്കര ഒരാളെ പറ്റി മാത്രം പറയാനില്ല. ഒരു വർഷത്തെ മാത്രം പടമാണ് ഇതിൽ വെച്ചിട്ടുള്ളത്. അല്ലാണ്ട് മൊത്തത്തിലുള്ള പടത്തിൽ നിന്ന് ആ വർഷത്തെ ഒരു പടം മനോഹരമായിട്ടുള്ള പടങ്ങളാണ്. ഇപ്പൊ ഈ കുതിരവട്ടത്തിന്റെ ഈ പടം, പിന്നെ മിടുക്കരായിട്ടുള്ള കോഴിക്കോട്ടെ ഫോട്ടോഗ്രാഫർമാരൊക്കെ വളരെ മിടുക്കരാണ് ശരിക്കും. വെറുതെ ഇങ്ങനെയുള്ള വളരെ മിടുക്കരും, പിന്നെ ഇതിന് വേണ്ടിയിട്ട് പിന്നെ ഒരുപാട് സാധ്യതയുള്ള സ്ഥലമാണ് കോഴിക്കോട്. വാക്കുകൾ അവസാനിക്കുന്നിടത്ത് ചിത്രങ്ങൾ സംസാരിച്ചു തുടങ്ങുന്നു. അതുകൊണ്ട് തന്നെ ഇത് ഒരു ഫോട്ടോ പ്രദർശനം മാത്രമല്ല, കാലത്തിൻ്റെ നേർസാക്ഷ്യങ്ങളിലൂടെ നടത്തുന്ന ഒരു യാത്ര കൂടിയാണ്. പ്രദർശനത്തിൽ കോഴിക്കോട്ടെ മാധ്യമപ്രവർത്തകരും ഫോട്ടോഗ്രാഫേഴ്സും മറ്റു പ്രമുഖരും പങ്കെടുത്തു.